ഇന്ന് തമിഴ്നാടൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, അങ്ങോട്ട് പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ, ബൈ ഗൈസ്. നമ്മളങ്ങനെ ലൊക്കേഷനിലെത്തി കേട്ടോ. ഇത് തമിഴ്നാട് ബോർഡറും കാര്യങ്ങളൊക്കെ എന്താണ് ഞാൻ സ്ഥലം കാണിച്ചുതരാം. ഇതൊരു കോവിലുണ്ട്, പിന്നെ അതുകൊണ്ട് പിള്ളേർക്ക് കൊണ്ടൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് എന്തോ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലേ ഗൈസ്. ഇതിനിപ്പോൾ തമിഴ്നാടാണ് കേട്ടോ. നമുക്ക് തമിഴ്നാട് ചാടിപ്പോവാം. എന്താണ് ഗൈസ്? ആണല്ലേ. അപ്പോൾ ഗൈസ്, ഇത് തമിഴ്നാട്, ഇത് കേരള. ഓക്കെ, മൈൻഡ് ഇറ്റ്. അപ്പോൾ ഇതെന്താണ്? ഇത് കേരള നാട്. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് പോവുകയാണ്. അവിടെ കുറച്ചുണ്ട് കേട്ടോ, നമുക്ക് വരുമ്പോൾ കാണാം. എൻ്റെ പൊന്നെ, ഇതിൻ്റെ അപ്പുറത്ത് നോക്കിയാൽ ഫുള്ള് കോടയുണ്ട്, ഒന്നും കാണാത്തില്ല. എന്താല്ലേ ഇതൊക്കെ കൊള്ളാമല്ലേ ഗൈസ്? ആഹാ, അങ്ങോട്ടൊക്കെ നോക്കിയതായിട്ട് അവിടുന്ന് അപ്പുറത്തൊക്കെ കണ്ടില്ലേ, കോടയെ കാണാൻ പറ്റുന്നില്ല. കുറച്ചധികം നടക്കാനുണ്ടെന്ന് തോന്നുന്നു. ആഹാ, അതെ. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അതെ, പിള്ളേരൊക്കെ സൈക്കിളിൽ പോകുന്നു. അങ്ങോട്ടൊക്കെ ആക്ച്വലി മലയാണ് കേട്ടോ, ഒന്നും കാണാൻ വയ്യ. ആഹാ, നമ്മൾ ഏറെക്കുറെ ഒരു പോയിന്റ് എത്തി കേട്ടോ. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആഹാ, ഇതേ ഇടുക്കി ഫുള്ള് കാണാമല്ലോ കോപ്പ. ആഹാ ഗൈസ്, ലുക്ക് അറ്റ് ദാറ്റ്. Oh my god. കണ്ടില്ലേ? എൻ്റെ പൊന്നടാവേ, ഓക്കെ, ബ്യൂട്ടി. കിട്ടുന്നില്ലേ? കറക്റ്റായി കാണാൻ പറ്റുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് കറക്റ്റായി കാണാൻ പറ്റത്തേനെ, നേരിട്ടൊക്കെ കാണാൻ. ആയിവാ, നോക്കട്ടെ. ഇതേ നോക്കിയേ കണ്ടില്ലേ? ഇതാണ് ഇവിടെ മൊത്തം, കണ്ടില്ലേ? എന്താ അല്ലേ? ഇതൊരു നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. അതെ, അങ്ങോട്ട് നോക്കിയേ, ഇത്രയും കാടിൻ്റെ ഇടയിൽ സിറ്റി ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇതൊക്കെ സിറ്റീസ്. എടി, മലയുടെ പേരെന്തായിരുന്നു? ചെല്ലാർ കോവിൽ മെട്ട്. അതാണ് ഗൂഡല്ലൂർ ടൗൺ. അതല്ലേ ആ വെള്ള കളർ? അത് തമിഴ്നാട്. നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട്ടിൽ. ആ വെള്ളം കണ്ടോ? അത് തേക്കടി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഓ, ഇടുക്കി ഡാം. അത് ഒത്തിരി പോകണം. ഓക്കെ. ഇത് മൊത്തം കൃഷികളാണ്. ഇതൊക്കെ അല്ലേ? എന്തിൻ്റെ ഇതൊക്കെ? മുന്തിരി കാണും, തെങ്ങ് കാണും, മാവ്. നിൽക്കുന്നതൊക്കെ മാവാ. ഓ, കൊള്ളാല്ലേ? ആറ് ഇരുട്ടുന്ന സമയം വരുവാണേ, ലൈറ്റ് കത്തുന്നത് കാണാം ശരിക്കും. ഓ, പക്ഷെ ഇവിടെ വിൻഡ് മില്ലും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? കുറച്ചുകൂടെ പോകണമല്ലേ?
അങ്ങോട്ട് പോകണം കേട്ടോ. ഒരു വണ്ടി പോകുന്നുണ്ടോ? അങ്ങോട്ട് പോകണം. ഇതിപ്പോൾ ഈ സ്ഥലത്തിൻ്റെയൊക്കെ പേരെന്തുവാ? അത് ഗൂഡല്ലൂർ. ആ, ഇതവരുടെ കൃഷി സ്ഥലമാണ്. ഗൂഡല്ലൂരിലെ കൃഷി സ്ഥലങ്ങളാണ്. ആ ആ ലോയർ ആകുമ്പോൾ ഇങ്ങോട്ട് സ്ഥലമുണ്ട്. ആ, ലോയർ ക്യാമ്പ് എന്ന് പറയും. ഓ, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അങ്ങ് പോയാൽ ഞങ്ങൾ ഇതേണ്ട ആ സ്ഥലമോ? അതിൻ്റെ അപ്പുറത്തൊരു വെള്ളം മൊത്തം കൃഷി സ്ഥലമാണ്. ഇതുകൊണ്ട് അവിടെ സിറ്റി കണക്ക് വെള്ളം കിണർ. ഏതാ? ദേ അങ്ങല്ലേ? ആ, അത് ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. ആണല്ലേ? ഗ്രാമപ്പെട്ടിയല്ലേ? അതെ, അത് ഗ്രാമങ്ങളാണ് കേട്ടോ. ഗ്രാമങ്ങൾ അതൊക്കെ ആ, അങ്ങോട്ടുണ്ടല്ലേ ഗ്രാമങ്ങൾ? ഇത് ഗൂഡല്ലൂര്, അത് കമ്പം. അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിന്നമനൂർ, അങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് പോകും. ഓ, നമ്മൾ ഈ നിന്ന സ്ഥലം കാണിച്ചുതരാം. അവിടെ പോയിട്ട് കാണിച്ചുതരാം. ഇവിടെ നിന്നതോ ഈ സ്ഥലം? നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം അവിടെ ചെല്ലുമ്പോൾ വേറൊരു രീതിയിൽ കാണാം. ഓ, അങ്ങനെ. നമ്മളിനി അങ്ങോട്ട് പോവല്ലേ? ഇനി അങ്ങോട്ട് പോകാം. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് പോയിട്ട് കാണാം ഗൈസ്. ഇതിപ്പോൾ ക്ലൈമറ്റ് മോശമായതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങോട്ടുള്ള കാഴ്ച കിട്ടാത്തത്. ആണല്ലേ? ഇല്ല, ഇവിടെ കോട വരും, മഞ്ഞ് അങ്ങനെ എന്തെങ്കിലും വരുമോ? മഞ്ഞ് വരും. മഞ്ഞ് ഇതിപ്പോൾ മഴക്കാറാണോ അതോ ഇവിടെ എങ്ങനെയാണോ? ആണല്ലേ? എന്തായാലും അത് കൊള്ളാം. നല്ല നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇങ്ങനെ ഒരു മല, അതൊക്കെ. ഓ, ഇതിന്റെ ബാക്കിൽ മലയല്ലേ? കാടാ അതൊക്കെ. ഓ, അതൊക്കെ ഘോരവനങ്ങളാ. അങ്ങോട്ട് അവിടെ ഈ പശ്ചിമഘട്ടം അതാണോ? ഇതിന്റെ തുടർച്ചയാണ്. ഓ, അതല്ലേ? അതിൻ്റെ ഒരു ഭാഗമാണ് അത്. അവിടെ കാണുന്നില്ലേ? ഇങ്ങോട്ട് തന്നെ കാണിച്ചു തരാം. ഇങ്ങോട്ട് ഈ മരത്തിൻ്റെ ഇടയ്ക്ക് അങ്ങൊരു ടവർ കാണുന്നുണ്ടോ? അതാണ് മംഗളാദേവി ക്ഷേത്രം. 12-ാം തീയതി ഉത്സവമാണ്. ഓ, അവിടെയാണ് നിങ്ങൾ പോകുന്നതല്ലേ? അല്ല, ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല അങ്ങോട്ട്. ഇവിടെ ഒരു ഗ്രാമമുണ്ട്. അവിടെയാണ് ആ ഗ്രാമത്തിൻ്റെ അതുവഴിയാണ് അങ്ങോട്ട് കയറുന്നത്. തമിഴ്നാട്ടുകാർ കയറുന്നത്. നമ്മൾ കേരളക്കാരെങ്ങനെ കയറുന്നത് വെച്ച് കഴിഞ്ഞാൽ തേക്കടിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു ജീപ്പ് സവാരി ഉണ്ട് അവിടെ വരെ. ഓ, തമിഴ്നാട്ടുകാരെങ്കിൽ അവിടെ വണ്ടി കൊണ്ട് ഇട്ടിട്ട് മല കയറും. താഴെ നിന്ന് നടക്കും. ശബരിമലയാണോ കാണോ? നമ്മൾ അരിക്കൊമ്പനെ പിടിച്ച് കൊണ്ടിട്ട സ്ഥലം അവിടെയാണ്. അവിടെയോ? മൂന്നാറിൽ നിന്ന് ഇവിടെ കൊണ്ടിട്ടു. ഇവിടെ നിന്ന് നേരെ ഇവിടെ വന്നു. ഇതിനകത്തോ? കാണുന്നില്ലേ? അതിനകത്ത് വന്നു. ഈ സ്ഥലത്തോ? ഇത് വനമൊന്നും അല്ലല്ലോ. അതൊക്കെ നടന്നിങ്ങ് വരും. അതല്ലേ പറഞ്ഞ ഈ ഓരം പിടിച്ച് അങ്ങ് പോയി കഴിഞ്ഞാൽ അങ്ങ് എത്തും. ഓ, അങ്ങനെ. പുതിയ അറിവാണ് കിട്ടിയല്ലോ അല്ലേ? ഇത് ആക്ച്വലി അപ്പം തമിഴ്നാട് ഏത് ജില്ലയാ? തേനി. ഓ, മധുര. ഇപ്പോൾ ഇത് തേനി ജില്ല കേട്ടോ. നമ്മൾ തമിഴ്നാട്ടിലെ ഇത് തേനി ജില്ലയാർക്ക് പുരിഞ്ചിതാ. കൊള്ളാമല്ലേ? നമുക്കിനി അടുത്ത പുള്ളിക്കാരൻ പറയാം, നമ്മളിനി അടുത്ത സ്പോട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മളിപ്പം നിൽക്കുന്ന ഈ സ്പോട്ട് കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് പോയി കാണാം. ഓക്കെ, നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറിയിട്ടു. എൻട്രി ഉണ്ടല്ലേ? ഇത്ര നേരം കേരളം കണ്ടതുപോലെ അല്ലെങ്കിൽ വേറൊരു ഇതായിരിക്കും. ഇതൊക്കെ എന്താ ബസ്സൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടേക്കുന്നേ? ബസ് പിടിച്ചിട്ടതല്ല, ആൾക്കാരെ ഇറക്കിയിട്ട് കയറ്റാൻ കിടക്കുന്നതാ. ഓ, അങ്ങനെ. സ്റ്റാൻഡില്ല ഇവിടെ. സ്റ്റാൻഡിൽ പണിയുന്നുണ്ട്. ഇത് സ്ഥലം എന്തായിരുന്നു? കുമളി. ടയർ ഇപ്പൊ ഇങ്ങനെ ഇരിക്കും. രാവിലെയൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ കാലുകുത്ത സ്ഥലം കാണത്തില്ല. ഓ, നല്ല റോഡല്ലേ? ഓര വനവാ. ആടാ അത്.
അടുത്തൊരു ഡാമുണ്ട്. ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളമില്ലേ, ഇവിടെ സ്റ്റോക്ക് ചെയ്യും. ഇവിടെ സൂപ്പർ സാധനം ഇതിന് മുകളിൽ ഇരിപ്പുണ്ട്. മറ്റേ സിംഹവാലം കുരങ്ങൻ ഇതിൻ്റെ മുകളിൽ. ഇങ്ങോട്ട് മിക്കതിനെ കാണാനല്ലേ? അപ്പോൾ ഈ കുരങ്ങനെ കാണാം. പകലൊക്കെ വരുവാണെങ്കിൽ ഇവിടെ മൊത്തം കുരങ്ങന്മാർ കയറിയിരിക്കും. നമ്മളിങ്ങോട്ട് വന്നപ്പോഴും കണ്ടായിരുന്നു. നിങ്ങളിത് വഴിയാണോ വന്നേ? ഇതിലില്ല, നമ്മളെവിടെ വെച്ചാ കുരങ്ങനെ കണ്ടേ? ഇതിൽ കൂടി വന്നേ. കോട്ടയം വഴിയാണോ? വെളിവേലി. അവിടെ ഒരു കുരങ്ങ് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കുറേയൊക്കെ കാണും. അതെ അതെ അതെ, ഇതാണ്ട സകലമാന സാധനങ്ങളാണ്. KSRTC നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന വണ്ടിയാണ്. ചക്കവെള്ളം കമ്പം. ഈ സമയമൊക്കെ എല്ലാവരും കണ്ടിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ്. ആ വണ്ടി ഓടുന്നത് തന്നെ പണിക്കാരെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും മാത്രം. അങ്ങനെ. നമ്മളിവിടെ പച്ചക്കറി വാങ്ങുന്ന കുറവാണ്. ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പച്ചക്കറി വാങ്ങിച്ചിട്ട് തിരിച്ച് കയറി പോകത്തുള്ളൂ. വണ്ടി ഓടിച്ചത് ഫുള്ള് ഞാനാണ്. അടുത്തൊരിടത്ത് ഒരു വീട് കാണത്തില്ല. ഇവിടെയല്ലേ ഈ കാണാൻ നമ്മൾ നേരത്തെ മേലെ നിന്ന് കണ്ടത്? അതിന്റെ ബാലൻസ് ആണ് നമ്മൾ നിന്നതിന്റെ ബാലൻസ് ചെയ്യാം. നമ്മൾ ടോപ്പിൽ നിന്നുകൊണ്ട് ഇപ്പൊ ഇറങ്ങുന്നതല്ലേ? ഡാമിലെ വെള്ളമല്ലേ? ഒരു പരിധിക്ക് അപ്പുറമായി കഴിഞ്ഞാൽ അവന്മാർ ഈ പെൻ സ്റ്റോക്ക് വഴി അല്ലാതെ ഇതുവഴി എടുത്ത് അവന്മാർ വിടും. ഈ വെള്ളത്തിന് കണക്കില്ല. ഞാൻ പറഞ്ഞില്ല അവിടെ ഒരു ഡാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഡാമിൽ നിന്നുള്ള മിച്ചം വരുന്ന വെള്ളം ഒഴുക്കി വിടുന്നതാണ്. ഈ വെള്ളം നേരെ കൃഷി ഏരിയക്ക് പോകും. വേനൽക്കാലത്തൊക്കെ വെള്ളം വരാറുണ്ടോ? ബാക്കി വേനൽക്കാലത്തൊക്കെ മറ്റേ ആ വലിയ ഇതിൽ കൂടെ ആയിരിക്കും. ഇന്നലെയൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടാണ് വെള്ളം തുറന്നു വിട്ടിരിക്കുന്നത്. അങ്ങനെ. ഇന്നലെ നല്ല മഴയായിരുന്നല്ലോ ഇവിടെ. നമ്മുടെ ഇവിടെ പെയ്യുന്നത് പോലല്ല, ഈ വനത്തിനകത്ത് പെയ്യുന്ന മഴ അത് അതിഭയങ്കരമായിട്ട് പെയ്യും. ഇപ്പോഴും മഴയാ, മണിക്കൂറോളം പെയ്യുമല്ലേ? നമ്മൾ ആദ്യം അവിടെ നിന്നില്ലേ, അവിടെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല ക്ലൈമറ്റ് ആയിട്ട് മഴ വരുന്നത് അറിയാൻ പറ്റും. കാറിലൊക്കെ ഇറങ്ങിയില്ലേ പെട്ടുപോകും.
നേരെ എങ്ങോട്ടാ പോകുന്നേ? ഓക്കെ ഓക്കെ. മറ്റേ മുല്ലപ്പെരിയാർന്നുള്ള കറണ്ട് എടുക്കാൻ വേണ്ടി എടുക്കുന്ന വെള്ളം ഇതാ. ഇത് നമ്മുടെ വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്ന ഇവരാ. തമിഴ്നാട്ടുകാരല്ലേ? കേരളത്തിലെ ലോറികളൊക്കെ പോകുന്നു. അവിടെ കാണുമ്പോൾ വലുതായിട്ട് തോന്നൂലെന്ന്, അതാണ് ആ മല. ആ മലയല്ലേ? അതിന്റെ വെള്ളല്ലേ അവിടെ ഇതാണ് കേട്ടോ മുന്തിരിത്തോട്ടങ്ങൾ. മുന്തിരിത്തോട്ടങ്ങൾ കണ്ടില്ലേ? അപ്പുറത്തുണ്ട്. ഇതെല്ലാം അതിന് താഴെയാണ്. നമ്മളിവിടെ ഒരു സ്ട്രീറ്റിൽ വന്നിട്ടുണ്ട്. ഇതിവിടുത്തെ ഇപ്പോൾ നമ്മളെ ചാല മാർക്കറ്റ് കണക്കൊക്കെ ഉള്ള സ്ഥലമാണ്. അങ്ങനത്തെ ഒരു സ്ഥലം കഴിഞ്ഞ് നമ്മൾ വന്നാൽ ഇപ്പം കുറച്ച് സിറ്റി ബേസ്ഡ് ഏരിയ ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ, നമ്മുടെ ലോക്കൽ മാർക്കറ്റാട്ടോ. വലുതായിട്ട് കാണാനൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഒരു പാനിപ്പൂരി കട വന്ന് ഇത് വെറൈറ്റി കണ്ടിട്ട് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി നിൽക്കുക. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇത് കണ്ടില്ലേ വെറൈറ്റി? ഇതെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇത് ടേസ്റ്റ് കൂടെ നോക്കി നോക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് തമിഴ്നാട് സ്റ്റൈൽ പൊറോട്ടയും ഫ്രൈയൊക്കെ ഒന്ന് കഴിച്ച് നോക്കാം. ബായോ, അതും നമുക്കിത് കാണാൻ പറ്റുന്നില്ലല്ലോ. മായ ഹോട്ടൽ. ഓക്കെ, ബായോ. കഴിച്ചു വലിയ പണി പോകാം. ഓട്ടം നമ്മൾ ആദ്യമായിട്ട് വെച്ചാൽ കറി കൊള്ളാം. ദോശ
ഈ